ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമ എന്ന സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് അത് തന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികയും യശോദയും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ മുഖം മറിച്ചിട്ട് കല്യാണം വന്നതിൻ്റെ അപ്പുറത്തായി പുടവ മാറ്റാൻ ഇങ്ങനെ നിൽക്കുവാണ്. സമയത്ത് കൽപ്പനയും വരുണിൻ്റെ അമ്മയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ പ്രിയങ്കമ്മൾ പുടവ മാറ്റേണ്ടേ പോയില്ല? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ പുടവ മാറ്റാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ കൽപ്പന ചോദിക്കുന്നുണ്ടോ, ഇങ്ങനെ മുഖം മറിച്ച് വരേണ്ട രാജാവുമുണ്ട്, നിങ്ങളെന്താ നേരത്തെ പറയുന്നത്? ആൾക്കാരെ ചോദ്യം കേട്ട് എടുത്തു. അപേക്ഷിത പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കിതൊക്കെ അറിയുമായിരുന്നു. എന്തറിയുമായിരുന്നു? പെട്ടെന്ന് പുടവ മാറ്റി വരാൻ നോക്കുന്നു പറഞ്ഞ് കൽപ്പനയും വരുണിൻ്റെ അമ്മയും അവിടുന്ന് പോകുന്നുണ്ട്. അവർ പോയതിനു ശേഷം യശോദമ്മ വാതിലടിച്ചിട്ടുണ്ട്. യശോദ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയുടെ തീരുമാനം? പുടവ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും രാധികയുടെ മുഖം കാണില്ല, ഇനി എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, എന്നെ ഒന്ന് ആലോചിക്കാൻ വിടുക എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയങ്ക മറ്റേ ഡയറക്ടറിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ റൂമിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷം സാറെന്തൊന്നും പറയത്തത് നിങ്ങൾ പ്രിയങ്ക ചോദിക്കും. അദ്ദേഹം ഒന്നും അത് പറയാമല്ലോ എന്ന് വെച്ച് വാതിലടക്കുന്നുണ്ട്. അതിനുശേഷം പ്രിയങ്ക, സാർ എന്തായി കാണിക്കുന്നത്? സാർ പെട്ടെന്ന് മറുപടി പറയാം, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്, എനിക്ക് പോകണം എന്നിങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പോകാമല്ലോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാലടക്കുന്നുണ്ട്. സാർ എന്തായി കാണിക്കുന്നത്? എനിക്ക് പോകണമെന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം കൂട്ടുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ സാർ പറയുന്നുണ്ട്, മോളെ എല്ലാ സിനിമ നടിമാർക്കും ഓരോരോ ചുമരുണ്ട്, അതിൽ കയറിയാണ് അവർ പിടിക്കുന്നത്. നീ ലക്കിയാണ്, ഇവിടെ ഒരു ചുമരുണ്ടല്ലോ പറയുന്നത് നീ കേട്ട, ഇനി ഞാൻ റാണിയാക്കാം സിനിമയുടെ എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക നിർത്തണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്ന് വിചാരിച്ചിട്ട് താൻ പറയുന്നതെല്ലാതും കേൾക്കാം എന്നൊന്നുമില്ല കേട്ടോ എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോൾ ആണോ, കേൾക്കില്ല എന്ന് ചോദിച്ചിട്ട് പ്രിയങ്കയുടെ അടുത്തേക്ക് വരുമ്പോൾ പ്രിയങ്ക പോകുന്നുണ്ട്. മര്യാദക്ക് എന്നെ ഇവിടുന്ന് വിട്ടോ, ഇതൊക്കെ ഞാൻ പോലീസുകാരോടും മീഡിയക്കാരോടും പറഞ്ഞു പട്ടിന് തല്ലുന്ന പോലെ ഇട്ട് തന്നെ തല്ലും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ, ആണോ തല്ലുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പ്രിയങ്ക അയാളോട് അടുത്തുണ്ടായിരുന്ന ഒരു പോട്ട് വെച്ച് അയാളോട് തലക്ക് അടിക്കുന്നുണ്ട്. അയാളങ്ങനെ വേദനകൊണ്ടൊരു സൈഡിലേക്ക് മാറുമ്പോൾ പ്രിയങ്ക ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രൊഡ്യൂസറും പിന്നെ മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ പ്രിയങ്ക ചോദിക്കുന്നത്? പ്രിയങ്ക ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇതുപറ്റി സാറെന്ന് പറഞ്ഞ അവരടുത്തേക്ക് മുമ്പ് അവളെ പിടിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് ചോരയും വരുന്നുണ്ടായിരുന്നു ഡയറക്ടറിൻ്റെ തലയിൽ നിന്ന്. അതിനുശേഷം കാണിക്കുന്നത് ശരത്ത് ഇങ്ങനെ വലിയൊരു പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ആയിട്ട് കാറിൽ നിന്ന് കോട്ടും ഷൂട്ടുമൊക്കെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ വെച്ച് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ കുറേ മീഡിയക്കാരും ഷൂട്ടിംഗുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ ഇപ്പോൾ ലോകം മുഴുവൻ സിനിമ ചരിത്രങ്ങൾ കേൾക്കുന്ന ഒരു പേര് പ്രൊഡ്യൂസർ ശരത്ത് തന്നെ, എന്താണ് ഇതിന് കാരണം? ദൈവത്തിൻ്റെ അഗ്രിമെൻ്റ് കഴിഞ്ഞു വന്നിട്ട് വല്ലത് വേറെന്താ ശരത്ത് പറയുന്നുണ്ട്. പെട്ടെന്നാണ് പ്രിയങ്ക വന്നിട്ട് ശരത്തിൻ്റെ മുഖത്ത് അടിക്കുന്നത്. ശരത്ത് ആ സൈഡിൽ നിന്നെല്ലാം ആലോചിക്കുകയായിരുന്നു. എന്ത് പറ്റി പ്രിയങ്ക, എന്താ താൻ കാണിച്ചത് എന്ന് ശരത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം പ്രിയങ്ക പറയുന്നുണ്ട്, ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഒക്കെ ഫ്രോഡാണ്, അവരെന്നോട് പ്രതിഫലം പറയാനുള്ള വിളിച്ച ആൾക്ക് വഴങ്ങി കൊടുക്കാനല്ല, നീയും കൂടി അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ ശരത്ത് എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ടോ. അപ്പോൾ പ്രിയങ്കയോട് എന്ത് മുന്തയിലും വാ, അവരുടെ സിനിമ ഇറക്കാനുള്ള പണമൊന്നുമില്ല, വരുന്നവരോടൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, 25 ലക്ഷം രൂപ എന്നോടും ചെയ്തു, 25 ലക്ഷം രൂപ എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. അയ്യോ എന്നാൽ പിന്നെ അതൊന്ന് ചോദിച്ചിട്ട് കാര്യമെന്ന് പറഞ്ഞ് ശരത്ത് പോകുന്ന സമയത്ത് പ്രിയങ്ക തടഞ്ഞിട്ട്, അവന്മാർ തട്ടിപ്പിടിച്ചിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത്, ഇതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യാനാവാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ച് ശരത്തിൻ്റെ കാലിൽ കെട്ടി ശരത്ത് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ പ്രിയങ്ക അവിടെ നിന്ന് സോനയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സോന വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല വരുണിനെ പോലെ ഒരു കോടീശ്വരനെയാണ് നീ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന്. നീ എന്ത് മടത്തരാണ് കാണിച്ചത്? ചെയ്തത് നിനക്ക് അവനോട് പറഞ്ഞില്ല, ഈ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസറിനെ തന്നെ നിനക്ക് കണ്ടുപിടിക്കാമായിരുന്നല്ലോ, അയാൾ സിനിമയിൽ അഭിനയിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സോനിയും ജാനിയും ചേർന്ന് അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഒരു ജീവിത നല്ലത്, വിവാഹം എന്തായാലും കഴിഞ്ഞു, അയ്യോ എങ്ങനെയും ചോദിക്കുമ്പോൾ രാധികയാണ് കല്യാണം കഴിച്ചത്, ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ കൊടുത്തതിന് ശേഷം നടന്നില്ലാത്തതുമൊക്കെ പ്രിയങ്ക കുറേ പറയുന്നുണ്ട്. അവരെന്നെ ബ്രെയിൻ വാഷ് ചെയ്തതാണ് മുത്തശ്ശി, വാക്ക് പഠിച്ചില്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിലൊക്കെ വരും, പ്രശ്നമുണ്ടാക്കും, അച്ഛൻ്റെ നാണം കെടുത്തും, അങ്ങനെയൊക്കെ അവർ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഒരു കടുകയും ചെയ്യേണ്ടി വന്നതെന്ന് പ്രിയങ്ക മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ആകെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, വിവാഹം കഴിഞ്ഞു, എന്തായാലും ഇനി ആരും രാധികയുടെ മുഖം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇനി ഒരു പദ്ധതിയുണ്ട്, പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഞാൻ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്ക ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക പറയുന്നുണ്ട്, ശരത് ഓഫ് സ്പീഡിൽ ഇവിടെ ആഞ്ഞു വിട്ടോ എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം പ്രിയങ്ക കാറിൽ നിന്ന് ശരത്ത് മാറിയപ്പോൾ ഡ്രസ്സൊക്കെ മാറി ശരത്തിനോട് പറയുന്നുണ്ട് എന്നാൽ ശരിയിടാന്ന് പറഞ്ഞ് ഞാൻ മണ്ഡപത്തിലേക്ക് വരുന്നില്ല എന്ന് ശരത്ത് പറയുന്നുണ്ട്. എന്നാൽ ശരിയിടാന്ന് പറഞ്ഞ് പ്രിയങ്ക അകത്തേക്ക് പോകുന്നുണ്ട്. ഒരു ഷാള് വെച്ച് ബുർക്ക പോലെ ഇങ്ങനെ മടിച്ചിട്ടാണ് പ്രിയങ്ക അകത്തേക്ക് കയറിയത്. ആ സമയത്താണ് വരുണിൻ്റെ അമ്മയെ കണ്ടത്. വരുണിൻ്റെ അമ്മ കുറച്ച് പേരെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. പ്രിയങ്ക വിചാരിച്ചു അയ്യോ എന്നെ കണ്ടു കാണുമ്പോൾ എന്നെ കണ്ടോന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന്. അവർ പോയതിനു ശേഷം പിന്നെ അങ്ങോട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലാൻ വഴിയാൽ പോയി. പിന്നെ കാണിക്കുന്നത് കൽപ്പനയും ഉർവശിയുമാണ്. കൽപ്പന പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ മുഷിൻ്റെ മുഖമായി അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എല്ലാവരും മുമ്പിൽ ചിരിച്ച മുഖമേ അവളെ സ്വീകരിക്കാൻ, വീട്ടിൽ അങ്ങനെ അവളെ സ്വീകരിക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് കൽപ്പന പറയുന്നുണ്ട്. പ്രിയങ്ക ആരും കാണാതെ പോകുന്ന സമയത്താണ് കൽപ്പനയെ ഉർവശി സംസാരിച്ചിരുന്ന ഇടയിൽ പ്രിയങ്കയെ കണ്ടത്. എക്സ്ക്യൂസ് മീ എന്നിങ്ങനെ കൽപ്പന വിളിക്കുന്ന സമയത്ത് പ്രിയങ്ക ആകെ പേടിച്ച് പതറിത്തിട്ട് നിൽക്കുന്നുണ്ട്. ലേഡീസിൻ്റെ വാഷ്റൂം എവിടെയാണെന്ന് കൽപ്പന ചോദിക്കുമ്പോൾ പ്രിയങ്ക കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അവിടെ അവിടെ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട് കൈകൊണ്ട് കേട്ടോ. അതിനുശേഷം ധൃതി പിടിച്ചാകെ ടെൻഷനായി വീണ്ടും നടക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ പ്രിയങ്കയുടെ അച്ഛൻ നാരായണ നമ്പൂതിരി കൂടെ 2 സുഹൃത്തുക്കളും കൂടി നടന്നു പോകുന്നുണ്ട്. പ്രിയങ്ക ഇത് കണ്ട് ആകെ പതറി. അയ്യോ എൻ്റെ അച്ഛനാണെന്നുള്ളൊന്നും ആകെ ഒരു ടെൻഷനല്ലേ. അപ്പോൾ നാരായണ നമ്പൂതിരി അവരോട് പറയുന്നുണ്ട് മക്കളെ എന്തൊരു സന്തോഷമാണെന്ന് പറയാം. മക്കളെ ഇങ്ങനെ വലിയൊരു നിലയിൽ കെട്ടിച്ചു കൊടുത്താൽ അവരുടെ സന്തോഷം കാണാമല്ലോ, നമുക്ക് പിന്നെ ഇപ്പം അത്രയും നാളൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിയങ്ക താഴ്ത്തിരുന്ന് തന്നെ ചെരുപ്പ് ഇങ്ങനെ ശരിയാക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ഒരു വിധത്തിൽ സോനിയുടെയും ജാനിയുടെയും അടുത്തെത്തുന്നുണ്ട്. എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഒരു വിധത്തിൽ ആരുടെയും കണ്ണിൽ പെട്ടത് ഇവിടെ എത്തിയതിന് എനിക്ക് അവിടെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ വേഗം വന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട്. ഇത് കണ്ട് അവിടെ രാധികയും സങ്കടപ്പെട്ട് മുത്തശ്ശിയും യശോദമ്മയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് സത്യമെല്ലാം അറിയാം, കാരണം നേരത്തെ ഫോണിൽ പറഞ്ഞല്ലോ. യശോദമ്മ ആകെ ഒരു കലിയോട് ഇങ്ങനെ പ്രിയങ്ക നോക്കുന്നുണ്ട്. പ്രിയങ്ക ചെറുതായൊന്നും പതറുന്നുണ്ട്. രാധികയെ കണ്ടതിനാൽ പ്രിയങ്ക ചെറിയൊരു ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പ്രദേശത്തിലാണ് സ്നേഹപൂർവ്വം ക്ഷമ എന്ന സീരിയലിൽ പുതിയൊരു റിവ്യൂ ഇവിടെ അവസാനിക്കുന്നത്.